ആദ്യം ആ ബ്ലോക്ക് അഡീഷൻ എങ്ങനെയാന്ന് നോക്കാം. ബ്ലോക്ക് അഡീഷൻ ഒരു പേന എന്ത് ചെയ്യും? ഇതിന്റെ ബാറ്ററി തീർന്നു. ഒരു സെക്കൻഡ്. ഇപ്പം പോയോ? കട്ടാവുന്നില്ലല്ലോ അല്ലേ മുമ്പത്തെ പോലെ? ഇപ്പൊ കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അത് ഏതായിരുന്നു ഞാൻ പറഞ്ഞ ബ്ലോക്ക് അഡീഷൻ? ബ്ലോക്ക് അഡീഷൻ ജസ്റ്റ് നോക്കാം. ബ്ലോക്ക് അഡീഷനിൽ നമ്മൾ ചെയ്യുന്ന നമുക്ക് ഇങ്ങനെ ഒരു ബ്ലോക്ക് ഓഫ് നമ്പേഴ്സ് കാണും. ഒരു ബ്ലോക്ക്, അതായത് ഇപ്പം നമ്മൾ പറയുന്ന ഇവിടുത്തെ നമ്മുടെ ബ്ലോക്ക് 0501 തൊട്ട് ഉള്ള ഒരു ബ്ലോക്ക് ഉണ്ട്, 0601 തൊട്ട് വേറൊരു ബ്ലോക്ക് ഉണ്ട്. ഇങ്ങനെ രണ്ട് ബ്ലോക്ക് ആണ് ഉള്ളത്. അപ്പൊ ഈ 0501 ഈ ബ്ലോക്കിലേക്ക് ഈ 0601 എലമെന്റ്സ് ആഡ് ചെയ്യണം. ഇതിങ്ങനെ ആഡ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യുന്ന ബ്ലോക്ക് അഡീഷൻ എന്ന് പറയുന്നത്. അപ്പം കറസ്പോണ്ടിങ് എലമെന്റ്സ് 0501 0601 0502 0602 അങ്ങനെ എലമെന്റ്സ് ആഡ് ചെയ്തിട്ട് ആ 0501 തന്നെ സ്റ്റോർ ചെയ്യണം. അതിനെയാണ് ബ്ലോക്ക് അഡീഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ എത്ര എലമെന്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് ഒരു അറേയിൽ എന്ന് കാണിക്കാനാണ് 0500 നമ്മൾ ഒരു മെമ്മറി ലൊക്കേഷൻ കൊടുക്കുന്നത്. നമ്പർ ഓഫ് എലമെന്റ്സ് കാണിക്കാനാണ് 0500 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ കൊടുത്തേക്കുന്നത്. അപ്പം ഇതാണ് 0500 ഇപ്പം 0500 വാല്യൂ ഇപ്പം 4 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 0501 തൊട്ട് 0504 വരെ ആയിരിക്കും ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്, ബ്ലോക്ക് 1. അതേപോലെ 0601 തൊട്ട് 0604 വരെ ബ്ലോക്ക് 2. അതേസമയം ഇത് 5 ആണെങ്കിലോ ഇവിടെ 0505 വരെയാവും ബ്ലോക്ക് എൻഡ് ചെയ്യുന്നത്. തുടങ്ങുന്ന 0501 0601 ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ അഡീഷൻ ഈ ഒരു പ്രോസസ്സാണ് നമുക്ക് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആൽഗോരിതം. അപ്പൊ നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു. ഇപ്പൊ നമുക്കൊരു പ്രോഗ്രാം നമ്മുടെ ഇത് മൈക്രോ പ്രോസസ്സറിൽ എൻ്റർ ചെയ്യുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ സെറ്റിലാണ്. ഒരു സെറ്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻസിൽ, കൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസിലാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാം എൻ്റർ ചെയ്യുന്നത്. അത് നമുക്ക് ഏത് മെമ്മറി ലൊക്കേഷനിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് തീരുമാനിക്കാം. എവിടുന്ന് വേണമെങ്കിലും നമുക്ക് ആ ഒരു സെറ്റ് വേണമെങ്കിൽ 2000 തൊട്ട് വേണമെങ്കിൽ 2000 തൊട്ട് എൻ്റർ ചെയ്യാം. ഇനിയും 100 തൊട്ട് വേണമെങ്കിൽ 100 തൊട്ട് എൻ്റർ ചെയ്യാം. പക്ഷെ നമ്മൾ സാധാരണ മിക്കവാറും എൻ്റർ ചെയ്യുന്നതൊക്കെ 400 തൊട്ടാണ്. 400-ലാണ് ആദ്യത്തെ ഇത് വരുന്നത്, ആദ്യത്തെ മെമ്മറി വരുന്നത്. അപ്പം അവിടെ ഇപ്പം നമുക്ക് ആദ്യമേ എന്ത് വേണം? കൗണ്ട് അറിയണം. പ്രോഗ്രാമിന് ആദ്യം കൗണ്ട് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയണം. അപ്പൊ ആ എണ്ണം സ്റ്റോർ ചെയ്തിരിക്കുന്നത് 500 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സ്റ്റാക്ക് ഇൻഡെക്സിലേക്ക് നമ്മൾ 500 എന്ന് പറഞ്ഞ വാല്യൂ ആദ്യം ഇട്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പം എന്ത് പറ്റും? ഇപ്പൊ സ്റ്റാക്ക് ഇൻഡെക്സിൽ എന്താ, ഇപ്പൊ സ്റ്റാക്ക് ഇൻഡെക്സ് എന്ന് പറഞ്ഞ മെമ്മറി ഇതാണെന്നുണ്ടെങ്കിൽ സ്റ്റാക്ക് ഇൻഡെക്സിൽ ഇപ്പോഴത്തെ വാല്യൂ 500 ആണ് ഇരിക്കുന്നത്. അപ്പൊ ഈ 500 ആണ് മെമ്മറി ലൊക്കേഷൻ. അപ്പൊ കൗണ്ട് രജിസ്റ്റർ ആണ് നമ്മുടെ എണ്ണം എടുക്കുന്നത്. എത്ര എണ്ണം ആണെന്നൊക്കെ കൗണ്ട് രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതാണ് CL എന്ന് പറഞ്ഞ രജിസ്റ്റർ. CL ഉണ്ട്, CH ഉണ്ട്. ഇപ്പൊ CL-ലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഈ 500 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ ആണ്. ഈ മെമ്മറി ലൊക്കേഷനിൽ നമ്മുടെ എണ്ണം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ എണ്ണത്തെ എങ്ങോട്ട് എടുക്കണം? CL എന്ന് പറഞ്ഞ ആ ഒരു കൗണ്ട് രജിസ്റ്ററിലേക്ക് എടുക്കണം. അതിനാണ് നമ്മൾ ഇങ്ങനത്തെ എന്ത് അഡ്രസ്സിംഗ് മോഡാ? ഇൻഡയറക്റ്റ് മെമ്മറി അഡ്രസ്സിംഗ് മോഡ്, അങ്ങനെ എന്തോ ഒരു അഡ്രസ്സിംഗ് മോഡാണല്ലോ, ഞാനത് മറന്നുപോയി. അപ്പം ഇങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ?
500 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലെ ഡേറ്റയാണ് എടുക്കുന്നത്. അതായത് SIയിൽ ഇപ്പൊ 500 എന്ന് പറഞ്ഞ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ആ മെമ്മറി ലൊക്കേഷനകത്ത് ഡേറ്റ ഉണ്ട്. അപ്പൊ ആ ഡേറ്റ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മെമ്മറി ലൊക്കേഷനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുന്നത്. അപ്പൊ ഇത് ഇത്ര മനസ്സിലായോ? ഇനിയും നമ്മള് CH എന്ന് പറഞ്ഞൊരു രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററിൽ ഒരു 0 നമ്പരേ വരാവും. നോൺ സീറോ നമ്പർ ആണെങ്കിൽ ആ ഒരു നമ്പരും കൂടെ എന്തിനെടുക്കും? ഈ കൗണ്ടിലേക്ക് എടുക്കും, എണ്ണാൻ വേണ്ടി എടുക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ CH എന്ന് പറഞ്ഞ ആ ഒരു രജിസ്റ്റർ നമ്മൾ 0 ആക്കി ഇടണം. അതല്ലാന്നുണ്ടെങ്കിൽ CLഉം CHഉം കൂടെ ചേർത്ത് കൗണ്ട് ചെയ്യാൻ വേണ്ടി എടുക്കും. അപ്പം നമുക്ക് 500 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷന്റെ ആവശ്യം ഇവിടെ കഴിഞ്ഞു. 500 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലുള്ള നമ്പര് നമ്മൾ എടുത്തു. നമ്മളിപ്പോ എടുത്ത ആ നമ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മെമ്മറി ലൊക്കേഷനിലേക്ക് പോകണം. അതിനായിട്ടാണ് ഇൻക്രിമെന്റ് SI എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇൻക്രിമെന്റ് SI കൊടുക്കുമ്പോൾ എന്താവും? SIയിൽ ഇപ്പം സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 500 ആണെങ്കിൽ അത് മാറ്റി SIയില് 501 മാറും. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയാണ് ഇൻക്രിമെന്റ് SI കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് അതിലേക്ക് നമുക്ക് നമ്മുടെ സെക്കൻഡ് ബ്ലോക്കിന്റെ ആ ഒരു മെമ്മറി ലൊക്കേഷൻ കൊടുക്കണം. അതാണ് 601. സെക്കൻഡ് ബ്ലോക്ക് തുടങ്ങുന്നത് എവിടെ തൊട്ടാ? 601 നിന്നാണ്. അപ്പൊ നമ്മൾ അത് കൊടുക്കണം. അപ്പൊ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞപ്പോ എന്തായി? 2 ബ്ലോക്കും നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യാനുള്ള എല്ലാം ആയി. അതായത് സ്റ്റാക്ക് ഇൻഡെക്സ് 501 ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് 601 സെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഈ ഒരു മെമ്മറി ലൊക്കേഷനുകളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ നമ്മൾ നമ്മുടെ അക്യുമുലേറ്ററിലേക്ക് എടുക്കണം. അതായത് നമ്മൾ ഇപ്പം 501 നമ്മുടെ റിസൾട്ടും സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തെടുക്കും? ഈ അക്യുമുലേറ്ററിന്റെ ലോവസ്റ്റ് ബിറ്റിലേക്ക് നമ്മൾ സ്റ്റാക്ക് ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ. ഇപ്പൊ 501 ആണ്. ഇപ്പൊ 501 എന്തുണ്ട്? ഒരു ഡേറ്റ ഉണ്ട്. ഡേറ്റ 1 ബ്ലോക്ക് 1 ഡാറ്റ 1 ഉണ്ട്. അപ്പൊ ആ ഡേറ്റ എടുക്കണം. അതിനാണ് നമ്മൾ മൂവ് AL SI എന്ന് പറഞ്ഞ ഈ കമാൻഡ് കൊടുക്കുന്നത്. അപ്പൊ ഇത് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഈ ഡേറ്റ ഈ അക്യുമുലേറ്ററിന്റെ AL എന്ന് പറഞ്ഞ ആ ഒരു രജിസ്റ്ററിലേക്ക് എടുക്കും. അപ്പം ആ ഒരു രജിസ്റ്ററിലേക്ക് എന്ത് ആഡ് ചെയ്യണം? ഈ 601 എന്ന് പറഞ്ഞ ആ ഒരു മെമ്മറി ലൊക്കേഷനിലെ ഡേറ്റ ആഡ് ചെയ്യണം. അതിനായിട്ടാണ് നമ്മൾ ആഡ് എന്ന് പറഞ്ഞ അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. ആഡ് AL DI. DIയിലാണ് നമ്മൾ ബ്ലോക്ക് 2 ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം 601 ഒരു ഡേറ്റ ഉണ്ട്. 601 DI ഈക്വൽ ടു 601. അതിലൊരു ഡേറ്റ ഉണ്ട്. അപ്പൊ ആ ഡേറ്റ എങ്ങോട്ട് ആഡ് ചെയ്യണം? ഈ ALലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യാനാണ് നമ്മൾ ആഡ് AL സ്ക്വയർ ബ്രാക്കറ്റിൽ DIയോ അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ ഒരു നമ്പർ കൊടുത്ത അതിനർത്ഥം എന്താ? അതൊരു മെമ്മറി ലൊക്കേഷനിൽ അങ്ങനെ ആ നമ്പറിൽ കൊടുക്കുന്ന ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്തൊരു മെമ്മറി ലൊക്കേഷനാണ് പറയുന്നത്. ആ മെമ്മറി ലൊക്കേഷനിലെ ഡേറ്റ എടുക്കൂ എന്നാണ് സ്ക്വയർ ബ്രാക്കറ്റിൽ ഒരു നമ്പറോ അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ ഒരു രജിസ്റ്ററോ പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ഇപ്പം ALൽ നമ്മൾ ആഡ് ചെയ്ത് നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ALൽ ഇപ്പൊ എന്താ ഉള്ളത്? ALൽ ഇപ്പൊ ഉള്ളത് റിസൾട്ട് ഓഫ് ആഡിങ് element 1 of 2 blocks. അങ്ങനെ 2 ബ്ലോക്കുകൾ ആഡ് ചെയ്ത റിസൾട്ട് ഇപ്പൊ എവിടെ ഇരിക്കുക? ALൽ ഇരിക്കുക. ഇനിയും ALൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന റിസൾട്ടിനെ തിരിച്ച് നമ്മൾ 501 എന്ന് പറഞ്ഞ ആ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് മാറ്റണം. അതിനാണ് മൂവ് SI. SIയിൽ ഇപ്പൊ 501 ഉണ്ട്. അപ്പം SI AL. അപ്പൊ ALലെ ആ ഒരു ഡേറ്റ SI എന്ന് പറഞ്ഞ അത് ഈ പോയിന്റ് ചെയ്യുന്ന 501 എന്ന് പറഞ്ഞ ആ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് മാറ്റി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഒരു ഡൗട്ട്. പിന്നെ ഇത് നമ്മൾ അഡീഷൻ ഓപ്പറേഷൻ നമ്മൾ അക്യുമുലേറ്ററിലോട്ട് മാറ്റുന്നതിന് പകരം ഡയറക്റ്റ് SIയും DIയും കൂടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല? അങ്ങനെ നമ്മൾ ചെയ്യാറില്ല.
നമ്മൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും നമ്മളൊരു രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് അഡീഷൻ ഓപ്പറേഷൻ രണ്ട് മെമ്മറി ലൊക്കേഷനുകൾക്കിടയിൽ അഡീഷൻ ഓപ്പറേഷൻ ചെയ്യാറില്ല. നമ്മൾ എപ്പോഴും അഡീഷൻ ഓപ്പറേഷൻ ചെയ്യുന്നത് നമ്മൾ മിക്കവാറും അക്യുമുലേറ്ററിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. അക്യുമുലേറ്റർ ആണ് മെയിൻ സംഭവം. അപ്പൊ അക്യുമുലേറ്ററിൽ എടുത്തിട്ടാണ് നമ്മൾ ആഡിങ്ങും സബ്ട്രാക്ടിങ്ങും ഒക്കെ ചെയ്യുന്നത്. ഒരു രജിസ്റ്റർ ഒരു മെമ്മറി ലൊക്കേഷനോ അങ്ങനെ ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. രജിസ്റ്ററും മെമ്മറി ലൊക്കേഷനും ആഡ് ചെയ്യാം, പക്ഷെ രണ്ട് മെമ്മറി ലൊക്കേഷൻസ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യാറില്ല. ആടാ, ഓക്കെ മനസ്സിലായി. ഓക്കെ. അപ്പം ALലുള്ള ആ ഒരു ഡേറ്റ നമ്മൾ എങ്ങോട്ട് മാറ്റണം? തിരിച്ച് 501ലേക്ക് മാറ്റണം. അപ്പം മാറ്റിയതോടുകൂടി നമുക്ക് ആ ഒരു മെമ്മറി ലൊക്കേഷന്റെ 601ന്റെ ആവശ്യം കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്? അടുത്ത ലൊക്കേഷൻ, അതായത് 502ഉം 602ലേക്കാണ് പോകേണ്ടത്. അതിനെന്ത് ചെയ്യും? ഇൻക്രിമെന്റ് ചെയ്യും. SI ഇൻക്രിമെന്റ് ചെയ്യും, DIയും ഇൻക്രിമെന്റ് ചെയ്യും. DI ഇൻക്രിമെന്റ് ചെയ്തിട്ട് എങ്ങോട്ട് പോകണം? നേരെ ഈ ഒരു മൂവ് AL SI ഈ ഒരു ബ്ലോക്കിലേക്ക് പോകണം. ആ ഒരു ബ്ലോക്കിനകത്തേക്ക് നേരെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അപ്പം ആ ഒരു ബ്ലോക്കിനെ ഇപ്പൊ നമുക്ക് നമ്മളിത് ചെയ്തു വരുമ്പോഴേ നമുക്ക് ഈ മെമ്മറി ലൊക്കേഷൻ അറിയത്തുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം മൂവ് SI 500 എന്ന് പറയുന്നത് 2 ബിറ്റ് എക്സ്ട്രാ എടുക്കുന്ന ലൊക്കേഷൻ എക്സ്ട്രാ എടുക്കുന്ന കമാൻഡ് ആണ്. അപ്പൊ അങ്ങനെ വരുന്നുണ്ട് നമ്മള് ശരിക്കും ഇത് വരുന്നത് 0500 എന്നാണ്. അപ്പൊ SI ഇത്രയും മൂവ് SIക്ക് ഒരു ബിറ്റ് എടുക്കും, ഒരു മെമ്മറി ലൊക്കേഷൻ എടുക്കും. 05ക്ക് ഒരു മെമ്മറി ലൊക്കേഷൻ എടുക്കും. 00ന് ഒരു മെമ്മറി ലൊക്കേഷൻ എടുക്കും. അതായത് രണ്ട് മെമ്മറി ലൊക്കേഷൻ 0400ല് മൂവ് SI, 0401ല് 00, 0402ല് 05 അങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അടുത്തത് എന്തായിരിക്കും വരുന്നത്? 0403 ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനി അടുത്തത് മൂവ് CL SIക്ക് ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ SI എന്നിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് മെമ്മറി ലൊക്കേഷനെ അവിടെ എടുക്കത്തുള്ളൂ. ഇപ്പൊ 0403യും 0404 മാത്രമേ ഇവിടെ എടുക്കത്തുള്ളൂ. അങ്ങനെയല്ല ശരിക്കും. അങ്ങനെ ഒരു ട്രിക്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ഓർത്ത് വെക്കാം. സ്ക്വയർ ബ്രാക്കറ്റിലാണ് രണ്ടാമത്തെ വരുന്നതെങ്കിൽ രണ്ട് മെമ്മറി ലൊക്കേഷനെ എടുക്കത്തുള്ളൂ, മൂവ് കമാൻഡ് ആണെങ്കിൽ. അപ്പൊ ഇത് 0405 ആയിരിക്കും അടുത്തത് വരുന്നത്. അതുപോലെ ഇൻക്രിമെന്റ് SI എന്ന് പറയുന്നത് ഈ ഒരു മൂവ് CH00യും മൂവ് CHന് ഒരു മെമ്മറി ലൊക്കേഷൻ, അതാണ് 0405. 00ക്ക് വേറൊരു മെമ്മറി ലൊക്കേഷൻ, അതാണ് 0406. അപ്പൊ നമുക്ക് അടുത്തത് എന്തായിരിക്കും വരുന്നത്? 0407 ആണ് ഇൻക്രിമെന്റിന് വരുന്നത്. ഇനിയും അടുത്ത നോക്കിക്കഴിഞ്ഞാൽ മൂവ് DI 0601. അപ്പൊ മൂവ് DI ഒരു മെമ്മറി ലൊക്കേഷനിൽ, 01 ഒരു മെമ്മറി ലൊക്കേഷൻ, 06 വേറൊരു മെമ്മറി ലൊക്കേഷൻ. അപ്പൊ 0408, 9, 040A ഇത്രയും മെമ്മറി ലൊക്കേഷൻസ് ആണ് ഈ ഒരു കോഡിന് വരുന്നത്. അതാണ് 040B മാത്രമേ നമുക്ക് 04008 ആണ് ഇവിടെ വരുന്നത്. അടുത്തതിന് 040B ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇവിടെ മൂവ് AL ഒരു മെമ്മറി ലൊക്കേഷൻ, ഇതിനൊരു മെമ്മറി ലൊക്കേഷൻ, അങ്ങനെ വരുമ്പം 040D ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ ഇത് 04Cയും AL ആഡ് ആവുമ്പം Dയും Eയും എടുക്കും. അപ്പൊ 040F, പിന്നെ 0410 വരത്തില്ല. 0410യും ഈ ഒരു മൂവ് ഓപ്പറേഷൻ എടുക്കും. അപ്പം പിന്നെ ഇവിടെ എന്താ 0411, 0412. ഞാൻ ഇത് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ 040B ഈ ഒരു കമാൻഡ്, ഈ ഒരു ഇൻസ്ട്രക്ഷനിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അതായത് ഇൻക്രിമെന്റ് SI ചെയ്തപ്പോൾ എന്തായി? 502 ആയി SIയുടെ വാല്യൂ. ഇവിടെ SI ഈക്വൽ ടു 501 അല്ല, 500 പേന വേണ്ടത് 500 പേന പോയെന്ന് തോന്നുന്നു, നോക്കട്ടെ. ആ 502 ആയി ഇൻക്രിമെന്റ് SI ചെയ്തപ്പോൾ.
അതേപോലെ ഇൻക്രിമെന്റ് DA ചെയ്തപ്പോൾ 602 ആയി. അപ്പം അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യണം, തിരിച്ച് ഈ പ്രോസസ്സ് തന്നെ 040B എന്ന് പറഞ്ഞ ആ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഇനിയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 0413 എന്ന് പറഞ്ഞ ആ ഒരു മെമ്മറി ലൊക്കേഷനിൽ ലൂപ്പ് 040B അല്ലെങ്കിൽ 40B എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുന്നത്. അപ്പൊ ലൂപ്പ് കമാൻഡ് രണ്ട് മെമ്മറി ലൊക്കേഷൻ ഒക്യുപ്പൈ ചെയ്യും. പിന്നെ ലാസ്റ്റ് 0415 ഈ ലൂപ്പ് കമാൻഡ് CL 0 ആകുന്നത് വരെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ തവണ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് CL 1 കുറയ്ക്കും, പിന്നെ അടുത്ത ലൂപ്പിന് മുമ്പ് 1 കുറയ്ക്കും, അങ്ങനെ കുറച്ച് CL 0 വരുന്നവരെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഫോൾട്ട് കമാൻഡ് കൊടുക്കും. അപ്പൊ ഇത്രയാണ് പ്രോഗ്രാം. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ഏതെങ്കിലും സ്റ്റെപ്പില്? സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്ന എന്തിനായിരുന്നു? സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നത് നമ്മൾ SI എന്ന് പറയുന്നത് ഈക്വൽ ടു 500 ആണെങ്കിൽ അതൊരു വാല്യൂ ആണ്. അപ്പം മൂവ് CL 500 എന്ന് പറഞ്ഞാൽ ഈ 500 എന്ന് പറഞ്ഞ ഈ ഒരു വാല്യൂ ആണ് CL-ലേക്ക് എടുക്കുന്നത്. പക്ഷെ നമുക്ക് 500 എന്ന് പറയുന്നത് മെമ്മറി ലൊക്കേഷനാ. ഈ ഒരു മെമ്മറി ലൊക്കേഷന്റെ അകത്തുള്ള ഡേറ്റയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ അകത്തുള്ള ഡേറ്റ എടുക്കാനാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇങ്ങനെ ഇടുന്നത്. 500 SI-യുടെ വാല്യൂ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ SI എന്ന് എഴുതിയാൽ മതി. മനസ്സിലായി? ഇപ്പം SI ആഡ് AL SI എന്ന് പറഞ്ഞാൽ SI-യിൽ ഇപ്പൊ 501 എന്ന് പറഞ്ഞ വാല്യൂ, പക്ഷെ 501 അല്ലല്ലോ നമ്മൾ AL ആയിട്ട് ആഡ് ചെയ്യേണ്ടത്. ഈ 501-നകത്തൊരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ എടുക്കാനാണ് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നത്. ഓക്കെ അല്ലേ? അതേപോലെ ഈ നമ്മൾ ഈ പ്രോഗ്രാം എഴുതി തുടങ്ങുന്ന മെമ്മറി ലൊക്കേഷൻ 400 തന്നെ ആണോ നിർബന്ധമുണ്ടല്ലേ? 400 തന്നെ തുടങ്ങാൻ കാരണം ഇല്ല, എന്തെങ്കിലും? അത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, 200 2000 ഏത് വേണേ എടുക്കാം. 500 വേണമെങ്കിൽ 500 എടുക്കരുത് കേട്ടോ, 500 എടുക്കരുത്, കാരണം 500-ലാണ് നമ്മുടെ ഡേറ്റ വരുന്നത്. അല്ല, അപ്പൊ നമ്മള് എഴുതി കൊടുക്കുമ്പോ ന്യൂമോണിക്സും ഡിസ്ക്രിപ്ഷനും മാത്രം മതിയോ? ന്യൂമോണിക്സ് ഇതിന്റെ ഇപ്പറേ ഡിസ്ക്രിപ്ഷൻ വേണം. മെമ്മറി ലൊക്കേഷൻ ന്യൂമോണിക്സും ഇവിടെ ഇപ്പറേ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഇത് മൂവ് വാല്യൂ 500 ടു SI രജിസ്റ്റർ, അങ്ങനെ വേണം. എന്നിട്ട് ഇതിന് ഇപ്പറേ ഓപ്പ് കോഡ് എഴുതാൻ ഒരു സ്പേസ് ഇതിന്റെ ഇടയിൽ വിട്ടാൽ മതി, നിരത്തി എഴുതിയാൽ മതി ഓപ്പ് കോഡ്. അതായത് ഇവിടെ ഈ ഒരു ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി, BE0005 ഇങ്ങനെ എഴുതാൻ ഒരു സ്പേസ് വിട്ടാൽ മതി. അല്ലാതെ ഈ ഓപ്പ് കോഡ് ഒന്നും മൊത്തത്തിൽ കാണാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല, അതിന്റെ ആവശ്യമില്ല. അല്ലെങ്കിലും ചെയ്യുന്ന പകുതി ആവശ്യമില്ലാത്തതാണ്. അതല്ല ഇവിടെ നമുക്കത് പറ്റത്തില്ല, അതാ കാര്യം. എടാ ഈ F-ന്റെ താഴെ 11 എങ്ങനെ വന്നേ? എന്താ എവിടെ? 0411 എങ്ങനാ വന്നേ? അതായത് മൂവ് ഇപ്പം മൂവ് AL മൂവ് SI എന്ന് പറഞ്ഞാല് ഇതിനൊരു മെമ്മറി ലൊക്കേഷൻ വേണം. അതേപോലെ 0500 ആണെങ്കിൽ ഈ 00ക്ക് ഒരു മെമ്മറി ലൊക്കേഷൻ, 05-ന് ഒരു മെമ്മറി ലൊക്കേഷനും വേണം. അപ്പൊ ഇവിടെ 3 മെമ്മറി ലൊക്കേഷൻ കഴിഞ്ഞാണ് അടുത്ത എണ്ണം വരുന്നത്. 3 അല്ല 2 എണ്ണം കഴിഞ്ഞാണ് അടുത്ത ലൊക്കേഷൻ വരുന്നത്. പക്ഷെ മൂവ് സ്ക്വയർ ബ്രാക്കറ്റിൽ SI-യും ഇവിടെ 2 നമ്പർ വന്നുള്ളന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു മെമ്മറി ലൊക്കേഷൻ, ഇതിനൊരു മെമ്മറി ലൊക്കേഷൻ മതി. അതായത് 05 മാത്രം ആഡ് ചെയ്താൽ 05 അല്ല AL, അപ്പൊ AL ഒരു ലൊക്കേഷൻ മതി AL സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെ വരുന്നോണ്ടാണ് ഈ 040F-ല് മൂവ് SI സ്റ്റോർ ചെയ്തോളും. AL എന്ന് പറയുന്ന അതിനകത്തെ വാല്യൂ 0401-ല് സ്റ്റോർ ചെയ്തോളും. മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? അതായത് സ്ക്വയർ ബ്രാക്കറ്റിൽ ഒരു സംഭവം വരുവാണെങ്കിൽ അതിനൊരു മെമ്മറി ലൊക്കേഷൻ മതി. അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ആണെങ്കിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്തൊരു സംഗതി വരുവാണെങ്കിൽ അതിനൊരു മെമ്മറി ലൊക്കേഷൻ മതി. പിന്നെ ആ ഇൻസ്ട്രക്ഷനും ഫസ്റ്റ് ഓപ്പറാൻഡും കൂടെ ചേർത്ത് ഒരു മെമ്മറി ലൊക്കേഷൻ. അതായത് ഇപ്പം ഇതിലിപ്പോ നോക്കിക്കഴിഞ്ഞാൽ മൂവ് CL-ന് ഒരു മെമ്മറി ലൊക്കേഷൻ,
സ്ക്വയർ ബ്രാക്കറ്റ് എസ് ഐക്ക് ഒരു മെമ്മറി ലൊക്കേഷൻ. അതേസമയം മേളിൽ കണ്ടോ മൂവ് എസ് ഐക്ക് ഒരു മെമ്മറി ലൊക്കേഷൻ. അവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇല്ല, നേരിട്ട് 0500 എന്ന് കൊടുത്തേക്കുന്നത്. അപ്പൊ 00ക്ക് ഒരു മെമ്മറി ലൊക്കേഷനും 05ന് ഒരു മെമ്മറി ലൊക്കേഷനും വേണം. കാരണം നമ്മുടെ രജിസ്റ്ററിന്റെ ബിറ്റിന്റെ കാര്യം, ബിറ്റ് 8 ബിറ്റോ എത്ര ബിറ്റ് ആയിരുന്നു മറന്നുപോയല്ലോ. ഡേറ്റാബേസ് എത്ര ബിറ്റ് ആയിരുന്നു ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഞാൻ മറന്നുപോയി. 8 8 8 എന്റെ ഓർമ്മ, എനിക്കറിയത്തില്ല. 16 പക്ഷെ അത് ഷെയർഡാ. 8 ബിറ്റിന്റെ 2 എണ്ണമായിട്ടാ കിടക്കുന്നത്. അതായത് 8 ബിറ്റിന്റെ 2 ഇതായിട്ടാ, ഹയറും ലോവറും. അങ്ങനെ ഓഡ് ലൊക്കേഷനും ഈവൻ ലൊക്കേഷനുമായിട്ട് നമ്മളത് എന്തോ സെഗ്മെന്റേഷനോ അങ്ങനെ എന്തോ പഠിച്ചിട്ടില്ലേ? ഈ വൈവ ചോദിച്ചാ പറയണം, അതാ ഞാൻ ചോദിച്ചത്. നമ്മളിനിയും ഇതൊക്കെ ചെയ്തിട്ട് എത്ര ബിറ്റിന്റെ നമുക്ക് അറിയാതെ നമ്മൾ ഇത്രയും ചെയ്തു എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആണ് ചോദിച്ചത്. എനിവേ, അപ്പം ഇത് മനസ്സിലായി. ബ്ലോക്ക് അഡീഷൻ 16 ബിറ്റ് ആണ്. 16 ബിറ്റിന്റെ 2 സെറ്റാ. ഹയർ ഓർഡറിന് ഒരു ബസ്സും ലോവർ ഓർഡർ അതായത് ഈവൻ ഓർഡറിന് ഒരു ബസ്സും ഓഡ് ഓർഡറിന് ഒരു സെറ്റ് ഓഫ് ബസ്സുമാണ്. അങ്ങനെ 16ന്റെ 8 + 8 16 അങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് ഇതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കണം. നോക്കിയിട്ട് പോയില്ലെങ്കിൽ ചിലപ്പം നമ്മള് പണി വാങ്ങും. ഹരി, ആ മൂവ് CH00 അതെന്തുവാന്നൂടെ പറയാമോ? ഏതാ മൂവ് CH00? അത് നമ്മള് CL-ഉം CH-ഉം കൗണ്ട് രജിസ്റ്റർ ആണ്. അപ്പം CL-ഉം CH-ഉം കൗണ്ട് രജിസ്റ്റർ ആണെങ്കിൽ ഇവിടെ ആയിരിക്കും ലോവസ്റ്റ് ബിറ്റ് സ്റ്റോർ ചെയ്യുന്നത്, ഹയസ്റ്റ് ബിറ്റ് ആയിരിക്കും ഈ CH-ൽ സ്റ്റോർ ചെയ്യും. തിരിച്ചല്ലേ? CH ലോവസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എവിടെ? വലതുവശത്തല്ലേ വരുന്നത്? എവിടെ ആയിരുന്നു? ഓർക്കുന്നുണ്ടായിരുന്നു. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഇടതുവശത്താണോ വലതുവശത്താണോ വരുന്നത്? ആരും ഓർക്കുന്നില്ല. വലതുവശത്ത് ലീസ്റ്റ്. അപ്പം ഇവിടെ നമ്മളിപ്പോ 01 ഉണ്ടെങ്കിൽ 0H-ൽ ഇപ്പം 30 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 3001 ആയിരിക്കും കൗണ്ട് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അത് മാറ്റണമെങ്കിൽ ഇത് 00 ആക്കണം, എന്നാലേ ഇത് 01 എന്ന് പറഞ്ഞ കൗണ്ട് രജിസ്റ്റർ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത് 00 ആക്കാൻ വേണ്ടിയാണ് നമ്മൾ മൂവ് CH00 കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അതെ, അങ്ങനെ വരത്തുള്ളൂ. CH CL അങ്ങനെ എടുക്കുന്നത്. ഒന്നുകൂടെ പറയാ ഇപ്പൊ പറഞ്ഞ. അതായത് CX എന്ന് പറഞ്ഞ ആ ഒരു രജിസ്റ്റർ ആണ്, ഈ ഒരു പെയറാണ് കൗണ്ട് രജിസ്റ്റർ. രണ്ടും കൂടെ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് ഈ ലൂപ്പ് ഓപ്പറേഷൻ വരുമ്പോൾ. അപ്പൊ CH-ൽ ഒരു വാല്യൂ കാണും, CL-ൽ ഒരു വാല്യൂ കാണും. ഇത് ഹയസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് CH-ലും ലോവസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് CL-ലും ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ CH-ൽ ഇപ്പം 30 എന്ന് പറഞ്ഞ വാല്യൂയും CL-ല് അല്ലെങ്കിൽ CH-ൽ ഇപ്പം 33ഉം CL-ൽ ഇപ്പം 01 ഉണ്ടെങ്കിൽ ഈ എണ്ണം എടുക്കുന്നത് 3301 വരെയാണ് ലൂപ്പ് റൺ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പക്ഷെ 3301 ഇല്ലല്ലോ, ഇപ്പൊ ഒന്നല്ലേ ഉള്ളു. അങ്ങനെ വരുമ്പോ CH00 ആക്കി കൊടുക്കും. അപ്പൊ നമ്മുടെ ഈ കേസിലാണെങ്കിൽ 5 ആണ് നമ്മുടെ എണ്ണം. അപ്പം ഇവിടെ ഒരു ഡേറ്റ 11 ഉണ്ടെങ്കിൽ 1205 തവണ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ അതിന്റെ ആവശ്യമില്ല, നമുക്ക് 5 മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 00 ആക്കി കൊടുക്കുന്നത്. 5 തവണ എക്സിക്യൂട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെയോ 1205 തവണ എക്സിക്യൂട്ട് ചെയ്യും. കാരണം രണ്ടും കൂടി ചേർത്താണ് ഒരു ലൂപ്പിങ്ങിൽ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ 00 ആക്കി കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ASCII to BCD BCD to ASCII നോക്കാം. അപ്പം BCDയും ASCIIയും 2 ക്യാരക്ടർ എൻകോഡിംഗ് മെത്തേഡ്സ് ആണ്. BCD ബൈനറി കോഡഡ് ഡെസിമൽ, നമ്മൾ മറ്റേ LED ഡിസ്പ്ലേസിലൊക്കെ BCD ആണ് യൂസ് ചെയ്യുന്നത്. ASCII ആണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നതൊക്കെ ASCII കോഡുകളാണ്. അപ്പൊ ഈ 2 കോഡുകൾ യൂസ് ചെയ്താണ് നമ്മൾ ക്യാരക്ടേഴ്സിനെ എൻകോഡ് ചെയ്യുന്നത്. അതായത്
ABCD അങ്ങനത്തെ ആൽഫബറ്റ് ക്യാരക്ടേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ന്യൂമറിക് ക്യാരക്ടേഴ്സ്, ഇതൊക്കെ ആസ്കി കോഡുകൾ വെച്ചാണ് നമ്മൾ എൻകോഡ് ചെയ്യുന്നത്. BCD എന്ന് പറയുന്നത് ഒരു നമ്പർ, ഒരു ഡെസിമൽ ഡിജിറ്റ് 0 തൊട്ട് 9 വരെയുള്ള ഡെസിമൽ ഡിജിറ്റിനെ എൻകോഡ് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡാണ് BCD. അപ്പൊ BCDയിൽ നിന്ന് ആസ്കിയിലേക്ക് ആക്കുന്ന ആ ഒരു കോഡ്, അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് BCD ടു ആസ്കി ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പം 39 അതാണ് BCD എന്നിരിക്കട്ടെ. 39 എന്ന് വെച്ചാൽ അതിന്റെ ബൈനറി എന്ത് വരും? 3 എന്ന് പറഞ്ഞാൽ 0011 ആണോ? അല്ലേ? അതെ അതെ. 0011 ആണ് 3. 9 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 2 2 4 2 4 6 1 7. ഇവിടെ ഒന്നുകൂടെ വന്നാൽ എത്രയാ? എത്രയാ 39ന്റെ BC? അത് 1001 1001 ആണ്. അതെ, കാരണം ഇവിടെ 8ഉം ഇവിടെ 1ഉം. അപ്പം ഇതാണ് ശരിക്കും ബൈനറി നമ്പർ. ഇതാണ് ഹെക്സാഡെസിമൽ നമ്പർ. പക്ഷെ നമ്മൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഈ ഒരു പ്രോസസ്സറിൽ കമാൻഡ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ബൈനറി നമ്പർ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഹെക്സാഡെസിമൽ നമ്പർ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ 39 എന്ന് പറഞ്ഞ ഒരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ, 39 എന്ന് പറഞ്ഞ നമ്മളൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിലെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും 2 ആയിട്ട് മാറ്റും. അതായത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 3 ആണ്, അല്ലെങ്കിൽ 0011 എന്ന് നമ്മൾ പറയാം. അപ്പം അതിനെ നമ്മൾ ഒരു രജിസ്റ്ററിലേക്കും 9 എന്ന് പറഞ്ഞ ആ ഒരു ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിനെ വേറെ ആയിട്ട് മാറ്റും. എന്നിട്ട് ഇതിന്റെ കൂടെ എന്ത് ചെയ്യും? ഇതിന്റെ കൂടെ നമ്മൾ ഒരു 30H ആഡ് ചെയ്യും. 30 H ആഡ് ചെയ്യും. ഈ 39ന്റെ കൂടെ 30H ആഡ് ചെയ്യും. അപ്പൊ നമുക്കൊരു നമ്പർ കിട്ടുമല്ലോ, 33. എന്താ കിട്ടുന്നത്? 33 3 9. അപ്പൊ അങ്ങനെ കിട്ടുമല്ലോ. അപ്പം ഇതിനെയാണ് നമ്മൾ ആസ്കി കോഡ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ആസ്കി കോഡ് എന്ന് പറയുന്നത്. അപ്പം അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു നമ്പർ കിട്ടിയാൽ ആ നമ്പറിലെ, ഇപ്പൊ BCD നമ്പർ കിട്ടിയാൽ ആ നമ്പറിലെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും 2 ആയിട്ട് മാറ്റും. 2 ആയിട്ട് മാറ്റിയിട്ട് അതിൽ ഓരോന്നിൻ്റെയും കൂടെ നമ്മൾ 30H ആഡ് ചെയ്യും. അങ്ങനെ 30H ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 പ്ലസ് ഒരു വാല്യൂ കിട്ടും. അങ്ങനെ 2 വാല്യൂ കിട്ടും. അത് രണ്ടും കൂടെ ചേർന്നാണ് നമ്മൾ ആസ്കി കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷൻ, ഇപ്പം ഞാൻ റെക്കോർഡിലൊക്കെ 2000 തൊട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഞാൻ തൽക്കാലം അത് മാറ്റുന്നില്ല, 2000 തന്നെ എടുക്കുക. അപ്പൊ ആ ഒരു 2000 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ ഇപ്പം നമുക്ക് 2050 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലാണ് നമ്മുടെ BCD കിടക്കുന്നത്. BCD നമ്പർ 2050 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലാണ് കിടക്കുന്നത്. അപ്പൊ ഈ 2050 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് 0700 ആണ്. 07 അത് ഏത് വേണേലും എടുക്കാം, അതൊക്കെ നമ്മുടെ യുക്തി അനുസരിച്ച് ചെയ്യാം. 0700 നമ്മുടെ 2050 ആണെങ്കിൽ അതിൽ തന്നെ എടുക്കാം. 0700 നമ്മുടെ എന്ത് കിടക്കുന്നത്? BCD കിടക്കുന്നത്, BCD നമ്പർ കിടക്കുന്നത്. അപ്പൊ അതിനെ എങ്ങോട്ട് മാറ്റണം? അക്യുമുലേറ്റർ ഈ 0700 എവിടുന്ന് വന്നിപ്പോ? അത് നമ്മൾ ഇടുന്നതാ. അപ്പൊ എന്ത് വേണമെങ്കിലും ഇടാവോ? പ്രോഗ്രാമർ ഞാനാ. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളാണ് പ്രോഗ്രാമർ. അപ്പൊ പ്രോഗ്രാമർ പറയുക 0700 എനിക്ക് വേണ്ട BCD കിടക്കുന്നത്. അപ്പൊ നമ്മൾ 2500 പറഞ്ഞാല് കമ്പ്യൂട്ടർ പറയും ശരി, എന്നാൽ 2500 പോയി നോക്കാം. അത് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ ഞാൻ തീരുമാനിച്ചിരിക്കുക 0700 ഞാൻ എന്റെ BCD ഇടാൻ പോകുന്നത്. ഓക്കെ. അപ്പം 0700 ഉള്ള ആ ഒരു BCDയുടെ
ലോവസ്റ്റ് ബിറ്റ് ALലും ഹയസ്റ്റ് ബിറ്റ് AHലേക്ക് നമുക്ക് മാറ്റണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിനായിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ 0700 ഇരിക്കുന്ന ആ ഒരു ഡേറ്റ അതിനെ നമ്മൾ ആദ്യം ALലേക്ക് കോപ്പി ചെയ്യും. ALലേക്ക് നമ്മൾ കോപ്പി ചെയ്യും. ഇപ്പൊ നമുക്കിവിടെ കിടക്കുന്ന ഡേറ്റ എത്രയാ? നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ എത്ര? 39 ആണ് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ. അപ്പൊ ആ 39 എന്ന് പറഞ്ഞ ഡേറ്റയെ ഞാനിപ്പം 0700 ആ 39 കിടക്കുന്നത്. അതിനെ ഞാൻ എങ്ങോട്ട് മാറ്റി? AL എന്ന് പറഞ്ഞ ആ ഒരു രജിസ്റ്ററിലേക്ക് മാറ്റി. AL എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ ഇപ്പൊ എന്താ കിടക്കുന്നത്? 39 എന്ന് പറഞ്ഞ ഡേറ്റയാണ് കിടക്കുന്നത്. ഇനിയും എന്ത് ചെയ്യണം? അതിനെ ഇതിനകത്തു നിന്ന് 3 എന്ന് പറഞ്ഞ വാല്യൂ ഇതിനകത്തു നിന്ന് 9 ALല് റീടൈൻ ചെയ്തുകൊണ്ട് 9 ആണോ 3 ആണോ? വെയിറ്റ് ഒരു മിനിറ്റ്. 3 നമുക്ക് AHലേക്ക് മാറ്റണം. ALല് 9, AHല് 3 ഇങ്ങനെ നമുക്ക് മാറ്റണം. അങ്ങനെ മാറ്റുന്നതിനായിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യും? ഈ 3, 9 എന്ന് പറഞ്ഞ ഈ ഒരു ഡേറ്റയെ തന്നെ ഞാൻ AHലേക്കും കോപ്പി ചെയ്യും. AHലേക്കും 3, 9 കോപ്പി ചെയ്യും. അതിനാണ് മൂവ് AH, AL. അതായത് AHലും ALലും ഇപ്പം 3, 9 എന്ന് പറഞ്ഞ ഡേറ്റയാണ് ഇപ്പം കിടക്കുന്നത്. ഇനിയും ALലെ ഡേറ്റ 9 ആക്കാൻ വേണ്ടി ഞാൻ ഇതിനെ ഒരു 0F കൊണ്ട് ആൻഡ് ചെയ്യും. 0F കൊണ്ട് ആൻഡ് ചെയ്യും. 0F കൊണ്ട് ആൻഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? Fഉം 9ഉം കൂടെ ആൻഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. 0ഉം 3ഉം കൂടെ ആൻഡ് ചെയ്യുമ്പോൾ 0 ആകും. അതേസമയം AHലെ ഡേറ്റ എന്ത് ചെയ്യണം? 4 ഡിജിറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. 4 ഡിജിറ്റ് 3 എന്ന് പറഞ്ഞാൽ 4 ബൈനറി നമ്പറാണ്, ബൈനറി ബിറ്റുകളാണ്. അപ്പൊ അതിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റി? ഈ 9 പുറത്തോട്ട് പോയിട്ട് ഇവിടെ 3 ആയി മാറും. അപ്പൊ ഇവിടെ 03 ആണ് ഇപ്പം കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ മാറ്റാൻ വേണ്ടി, അതായത് ഇത് മനസ്സിലായി എന്തോ ചെയ്യാൻ പോകുന്നതെന്ന്. ഇപ്പം ALലും ആദ്യം നമ്മൾ നമ്മുടെ 0700 ഇരുന്ന ആ ഒരു ഡേറ്റയെ നമ്മൾ ALലേക്ക് മാറ്റി. ALലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്തു? അത് തന്നെ AHലേക്ക് ഒരു കോപ്പി എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ALല് ലോവസ്റ്റ് ബിറ്റും അതായത് 9ഉം AHല് ഹയസ്റ്റ് ബിറ്റ് അതായത് 3ഉമാണ് നമുക്ക് വേണ്ടത്. വേറെ വേറെ ആയിട്ട് നമുക്ക് വേണം. അതിനായിട്ട് എന്ത് ചെയ്തു? ആ ALൽ നിന്നുള്ള ALലെ 3, 9നെ AHലേക്ക് കോപ്പി ചെയ്തു. 3, 9 തന്നെ ആണോന്നില്ല, യൂസർ എന്താണോ ഇട്ട് കൊടുക്കുന്നത് അതിനെ മറ്റേതിലേക്ക് കോപ്പി ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? 0F കൊണ്ട് ഏതൊരിപ്പം 11 ആണെങ്കിൽ അതിനെ നമ്മൾ 0F കൊണ്ട് ആൻഡ് ചെയ്താൽ എന്ത് പറ്റും? 0F കൊണ്ട് ആൻഡ് ചെയ്താൽ ഈ 1 പോയിട്ട് ഇവിടെ 0 ആവും, F മാറി ഈ 1 മാറി 1 ആവും. അതേസമയം ഇപ്പം 2, 4 ആണെങ്കിൽ ഈ 0F ആയിട്ട് ആൻഡ് ചെയ്യുമ്പം 2 0 ആവും, 4 മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് അത് ആന്റി ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്. അതിന്റെ കാരണമൊക്കെ നമ്മൾ അന്ന് തിയറി എക്സാമിന്റെ ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ 09 നമുക്ക് അങ്ങനെ കിട്ടും. അതേപോലെ ഈ 3, 9 ഈ 3 എന്ന് പറഞ്ഞാൽ 4 ബിറ്റാണ്, 9 എന്ന് പറഞ്ഞാൽ 4 ബിറ്റാണ്. അപ്പൊ ഇതിനെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഒരു 4 ബിറ്റ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ എന്ത് പറ്റും? ഈ 9 പുറത്തോട്ട് പോവും. അങ്ങനെ 0, 3 എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ റൈറ്റ് സൈഡിലേക്ക് അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ആൻഡ് AL 0F ഈ ഒരു പ്രോസസ്സാണ് നമ്മളിപ്പം ചെയ്തത്. ഇനിയും എത്ര ബിറ്റ് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ബിറ്റാണ് മാറേണ്ടത് എന്നറിയാൻ വേണ്ടി അത് നമ്മൾ കൗണ്ട് രജിസ്റ്ററിനോട് പറയണം 4 ബിറ്റ് ആണെന്ന് നമ്മൾ പറയണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഷിഫ്റ്റ് റൈറ്റ് AHCL 4 ബിറ്റ് റൈറ്റിലേക്ക് AHലെ ഡേറ്റ ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പം എന്താണ് കിടക്കുന്നത്? ALൽ ഇപ്പം 09 ആയി, AHല് 03 ആയി.
ഈ 0.3ന്റെ കൂടെ 30 കൊടുക്കണം, 0.9ന്റെ കൂടെ 30 ആഡ് ചെയ്യണം. അപ്പം ഇത് രണ്ടും കൂടെ ചേർന്ന് നമ്മൾ AX എന്നാണല്ലോ പറയുന്നത്. രണ്ടും കൂടെ AX എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ഇത് ഓർ ഓപ്പറേഷനാ, പ്ലസ് വന്നപ്പോ ഓർ ഓപ്പറേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓർ AX 3030 ഒരുമിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ലോവസ്റ്റ് ബിറ്റും ഹയസ്റ്റ് ബിറ്റും നമുക്ക് ഒരുമിച്ച് ആഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3339 നമുക്ക് ആ ഒരു ഡേറ്റ, ആ ഒരു ആസ്കി കോഡ് നമ്മുടെ AX എന്ന് പറഞ്ഞ ആ ഒരു രജിസ്റ്ററിൽ ഇപ്പൊ ആസ്കി കോഡാണ് കിടക്കുന്നത്. AXല് ആസ്കി കോഡാണ് ഇപ്പം കിടക്കുന്നത്. ഇനി നമുക്ക് ഈ ആസ്കി കോഡിനെ 0750 എന്ന് പറഞ്ഞ ആ ഒരു ലൊക്കേഷനിലേക്ക് മാറ്റണം. 0750ലേക്കും അതേപോലെ 0751ലേക്ക് നമുക്ക് ഈ ഒരു ഡേറ്റ മാറ്റണം. അപ്പൊ അതിനായിട്ടാണ് നമ്മൾ മൂവ് 0750 AX കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പം ഓട്ടോമാറ്റിക്കലി മൈക്രോ പ്രോസസർ ഇന്റർപ്രറ്റ് ചെയ്തോളും AHലേക്ക് അല്ല AHലെ 3.3നെ 0750 കൊടുക്കണമെന്നും AHലെ 3.3നെ 0500ലേക്കും 0750ലേക്കും ALലേത് 0751ലേക്കും കൊടുക്കണമെന്ന് ഓട്ടോമാറ്റിക്കലി ഇന്റർപ്രറ്റ് ചെയ്തോളും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത്രയുള്ള നമ്മുടെ കോഡ് ഹോൾഡ് കൊടുക്കുക. അപ്പൊ ഇതാണ് ASCII to BCD കൺവെർഷൻ. ഇതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എടാ ഇപ്പം നമ്മൾ മൂവ് 0750 AX ചെയ്യുമ്പം AXലുള്ള മൊത്തം ഡേറ്റയും കൂടെ അല്ലേ 0750 0750ല് നമുക്ക് രണ്ടല്ലേ രണ്ട് അല്ല എത്ര 8 ബിറ്റ് അല്ലേ സൈസ് ഉള്ളൂ. 075 അപ്പൊ 3.3 പോകുമ്പോ തന്നെ 8 ബിറ്റ് ആയില്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ 0750 നമ്മുടെ ഫൈനൽ ആൻസർ കാണണമെങ്കിൽ 0750യും എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെയാണോ? അങ്ങനെ കാണണം. 0751ലെ അടുത്തത് കാണണം എൻ്റർ കൊടുത്തു കഴിയുമ്പോൾ. ആടാ ഓക്കെ. അതായത് ഇപ്പൊ 0700ല് നമ്മള് 52 കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ഇൻപുട്ട് എങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 075 എക്സിക്യൂട്ട് ചെയ്യേണ്ട എങ്ങനെയാ മറ്റേ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടല്ലോ, ആ 32 കാണണം 0750ൽ. 0751ല് എത്ര 35 അല്ലേ, അപ്പൊ 35 കാണും. ഇതാണ് ഔട്ട്പുട്ട്, ഇത് ഇൻപുട്ട്. ഇങ്ങനെ കിട്ടണം. അപ്പം വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? സംശയമില്ലല്ലോ. അപ്പം അടുത്തത് തിരിച്ച് കൺവെർഷനാണ്. ആസ്കി ടു, ഇപ്പൊ നമ്മള് BCDയെ ആസ്കി ആക്കി മാറ്റി, ഇനി തിരിച്ച് നമ്മൾ ആസ്കിയെ BCD ആയിട്ട് മാറ്റണം. അപ്പൊ ഇതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്, നേരെ തിരിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. അതായത് ഇപ്പൊ ആസ്കി കോഡ് തരും, ആസ്കി കോഡിൽ നിന്ന് ഇപ്പം നമ്മൾ ഈ പ്രോസസ്സ് ഇപ്പൊ നമ്മൾ തിരിച്ച് ചെയ്താൽ എന്ത് കിട്ടും, 3339. അപ്പൊ ഇതിൽ നിന്ന് 30 കൊടുക്കണം, കുറയ്ക്കണം. അപ്പൊ എന്ത് കിട്ടും, 3 കിട്ടും, 9 കിട്ടും. ഇനി നമ്മൾ ഈ ഒരു 03ഉം 09 കിടക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു 3നെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഇവിടെ 30 ആവും, ഇവിടെ 09 ആവും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 39 കിട്ടും. ഇതാണ് നമ്മൾ കൊടുത്ത BCD. മനസ്സിലായോ? ആ ആൽഗോരിതം എന്താന്ന് മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറഞ്ഞേ. അതായത് നമുക്ക് ഇതാണ് ആസ്കി കിടക്കുന്നത്, ആസ്കി ഇൻപുട്ട്. അപ്പൊ നമ്മളിപ്പൊ ചെയ്തത് എന്താ, ആസ്കി ആക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ 30 കൂട്ടുമായിരുന്നു ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആസ്കി കോഡിൽ നിന്ന് ആ 30 അങ്ങ് കുറയ്ക്കണം. 30 കുറയ്ക്കുമ്പോ എന്ത് കിട്ടും, 03ഉം 09ഉം നമുക്ക് കിട്ടും. അത് മനസ്സിലായല്ലോ, അത് പറയേണ്ട കാര്യമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് 03ഉം 09ഉം കൂടെ ചേർത്താണ് BCD വരുന്നത്. അതായത് 39 നമ്മുടെ BCD വരുന്നത്.
അപ്പൊ അങ്ങനെ വരാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ 3 ഈ ഒരു 1 പ്ലേസിൽ നിന്ന് ഇപ്പുറത്തോട്ട് പോകണം. അങ്ങനെ പോകാനാണ് ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഷിഫ്റ്റ് ലെഫ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ 3 റൈറ്റ് സൈഡിലെ ആ ഒരു ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിൽ നിന്ന് ഹയസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിലേക്ക് മാറും. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിൽ ഒരു 0 വരും. അപ്പൊ അതിനാണ് ഷിഫ്റ്റ് ലെഫ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ 30 കിട്ടും ഇവിടെ. പിന്നെ ഇവിടെ നമ്മളൊന്നും ചെയ്യാത്തതുകൊണ്ട് 0,9 കിട്ടും. അപ്പൊ ഈ 30 + 0,9 ചെയ്ത എന്ത് കിട്ടും, BCD കിട്ടും. അതാണ് നമ്മൾ ആദ്യം ഇവിടെ കൊടുത്തിരുന്ന വാല്യൂ. 3,9 ഇവിടെ നമ്മൾ ആദ്യമേ കൊടുത്തിരുന്ന ആ വാല്യൂ നമുക്കിപ്പം തിരിച്ചു കിട്ടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യുന്ന അൽഗോരിതം. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ ചെയ്തത് എന്താണോ അതിന്റെ നേരെ തിരിച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അതുകൂടെ ജസ്റ്റ് ചെയ്തു നോക്കാം. ഇവിടെയും ഞാൻ 2000 ആണ് തൽക്കാലം എടുക്കുന്നത്. ഈ ബാക്കി മെമ്മറി ലൊക്കേഷൻ ഇവിടെ ഫില്ല് ചെയ്തോണേ. ഇവിടെ ഇപ്പം 200 201 1 2, അപ്പൊ ഇവിടെ 2003 വരും. ഇവിടെ 2 3 4 പോകുമ്പോ ഇവിടെ 2004 അല്ല 5 വരും. ഇവിടെ നമ്മള് 6 5 6 പോകുമ്പോ 2007. ഇവിടെയും 7 8 പോകുമ്പോ 2009. പിന്നെ 9 10 അവിടെ പോകുമ്പോ ഇവിടെ 200B. പിന്നെ ഇവിടെ BCD വരെ ഇവിടെ പോകും. അപ്പൊ അങ്ങനെ പോകുമ്പം 200E വരും. നോക്കട്ടെ. പിന്നെ 200E വരും. ഈ കഴിഞ്ഞിട്ട് 200 ഇവിടെ 4 പോകും. 4 പോകുമ്പോ ഇവിടെ എന്ത് വരും, 20EFG. ഇയും എഫും 0401. അപ്പം 2011 വരും. അപ്പൊ ഇങ്ങനെ വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്ക് വെച്ചാണ് എടുക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പം അടുത്തത് നമ്മൾ അടുത്ത കോഡ് നമുക്ക് ജസ്റ്റ് നോക്കാം. BCD to ASCII, ഒരു ASCII to BCD കൺവേർഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ആ ഒരു ASCII ഇപ്പം ഞാൻ പറയുക, എനിക്ക് വേണ്ട ASCII കോഡ് ഇപ്പൊ ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 2050 2051 ആണ് എന്ന് ഞാൻ പറയുക. അപ്പൊ ഇതാണ് എനിക്ക് വേണ്ട ഡേറ്റ, സോറി മെമ്മറി ലൊക്കേഷൻ. ഇതിലാണ് ഞാൻ 3,9 സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതിലാണ് ഞാൻ 3,2 സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെനിക്ക് എന്തായിട്ട് വേണം, ഒരു BCD ആയിട്ട് വേണം. അപ്പം അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മെമ്മറി ലൊക്കേഷനുള്ള ആ ഒരു 2050 2051 ഉള്ള ആ ഒരു ഡേറ്റ നമുക്ക് AXലേക്ക് ലോഡ് ചെയ്യണം. അതിനാണ് നമ്മൾ move AX 2050. അപ്പൊ നമുക്ക് 2050 2051 വരുന്ന ഡേറ്റയെ നമുക്ക് ഇങ്ങോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റി, AXല് സ്റ്റോർ ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് 30 കുറയ്ക്കണം. അതാണ് സബ് AX 3030. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 30 അതിൽ നിന്ന് കുറച്ചു. അതായത് AHൽ നിന്ന് 30ഉം ALൽ നിന്ന് 30ഉം കുറച്ചു. അപ്പൊ ഇപ്പൊ നമുക്ക് AHൽ എത്ര കിട്ടും, 0. ഇപ്പൊ നമുക്ക് AHൽ 0.3ഉം ALല് 0.9ഉമാണ് ഇപ്പൊ നമുക്ക് കിടക്കുന്നത്. അപ്പൊ 0.3നെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം, ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, 4 ഡിജിറ്റ് ആണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. അപ്പൊ നമ്മൾ CLലേക്ക് ആ എണ്ണം നമ്മൾ ലോഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഷിഫ്റ്റ് L AH CL 4 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക്, SH ഷിഫ്റ്റ് ലെഫ്റ്റ് 4 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് 30ഉം 0.9ഉം കിട്ടി SLലും SHലും. നമ്മൾ ഇനി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആഡ് ALും AHും കൂടെ
ആഡ് ചെയ്യും. അപ്പൊ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡേറ്റ, നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത് 0750 ഔട്ട്പുട്ട് വേണ്ടത് ഇരിക്കട്ടെ. അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ മൂവ് 0750 ALലുള്ള ആ ഒരു ഡേറ്റയെ നമ്മൾ 0750 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലേക്ക് മാറ്റി എന്നിട്ട് പ്രോഗ്രാം എൻഡ് ചെയ്തു. അപ്പൊ ഇതാണ് ആ ഒരു കോഡ് വരുന്നത്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ റിവേഴ്സ് ആയതുകൊണ്ട് അങ്ങ് പെട്ടെന്ന് പറഞ്ഞു പോയി. കുഴപ്പമില്ല, ഓക്കെ അല്ലേ? അപ്പൊ നേരത്തെ നമ്മൾ എന്താണോ ചെയ്തത് അതിന് നേരെ തിരിച്ച. നേരത്തെ നമ്മൾ ആദ്യം 0700 നിന്ന് ALലേക്ക് ലോഡ് ചെയ്തു. ഇവിടെ നമ്മൾ ALൽ നിന്ന് 0750 നമ്മൾ ലാസ്റ്റ് ആണ് മാറ്റിയത്. നേരെ ഓപ്പറേൻഡും തിരിച്ചു, മൊത്തം കോഡും തിരിച്ചു. ഇപ്പൊ കണ്ടോ, നമ്മൾ നോക്കിയറിയാം, മൊത്തം കോഡ് നമ്മൾ ഇവിടെ തിരിച്ചാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ASCII to BCD കൺവെർഷൻ. വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലടാ, മനസ്സിലായി. തന്നെ ഒന്ന് എഴുതി നോക്കണം, അല്ലെങ്കിൽ കിട്ടത്തില്ല. പിന്നെ ഇനി നമുക്കുള്ളതാണ് അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും. അപ്പൊ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും കുറച്ച് ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാം, പിന്നെ അത് വേണം പാടാന്നുണ്ടെങ്കിൽ മിസ്സിനോട് സംസാരിച്ചാ മതി. ഇപ്പം അത് പറയുന്നത് വെച്ചാല് നമുക്കൊരു സെറ്റ് ഓഫ് നമ്പർ കാണും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് 4 ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എത്ര ഇൻപുട്ട് ഉണ്ടെന്നുള്ളത് നമ്മൾ 500 നേരത്തെ പോലെ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ 4 ഇൻപുട്ട് കൊടുക്കണമല്ലോ. അപ്പൊ 501 ഞാൻ F9 കൊടുത്തു, 502 ഞാൻ F2 കൊടുത്തു, 503 39 കൊടുത്തു, 504 ഞാൻ 05 കൊടുത്തു. ഇതാണ് എന്റെ ഡേറ്റ. അത് ഏത് നമ്പർ വേണേലും കൊടുക്കാം. അപ്പം ഈ ഒരു ഡേറ്റ ചെയ്യുമ്പോൾ ഈ ഒരു ആൽഗോരിതം എന്താണ് ചെയ്യുന്നത്? ബബിൾ സോർട്ട് എന്ന് പറഞ്ഞൊരു ആൽഗോരിതം, ബബിൾ സോർട്ട് അങ്ങനെ ഒരു ആൽഗോരിതം ആണ്. അപ്പൊ ആദ്യത്തെ ഈ 2 ഡേറ്റയും കൂടെ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പം ഏതാണ് അതില് വലുത് എന്ന് നോക്കാം. അസെൻഡിങ് ഓർഡർ ആയതുകൊണ്ട് ഏതാണ് ചെറുതെന്ന് നോക്കും. അപ്പൊ നോക്കിയപ്പോ ഇപ്പം മനസ്സിലായല്ലോ, F2 ആണ് ചെറുത്. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും, F2 ഇങ്ങോട്ടും F9 ഇങ്ങോട്ടും ആക്കും. ഇനിയും ഇപ്പൊ F2 F9 3905 എന്നാണ് കിടക്കുന്ന ഡേറ്റ. അപ്പൊ ആദ്യം ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്നത്. ഇനിയും അടുത്ത ഹിറ്റില് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യും. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തപ്പോൾ മനസ്സിലായി 39 ആണ് ചെറിയ ഡേറ്റ, F9 ആണ് വലിയ ഡേറ്റ. അപ്പൊ എന്ത് മനസ്സിലായി? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. ഇപ്പൊ 39 ഇങ്ങോട്ടാക്കി, F9 ഇങ്ങോട്ടാക്കി. അവിടെ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ മാറ്റാൻ പോകത്തില്ല. വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് മാറ്റിയത്. 39 അങ്ങോട്ടാക്കി, F9 ഇങ്ങോട്ടാക്കി. ഇപ്പൊ ഇതാണ് മെമ്മറി ലൊക്കേഷനിൽ കിടക്കുന്ന ഡേറ്റ. ഇനി ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പം F2 39 05 ആണ് ചെറുത്, 05 ഇങ്ങോട്ടും F9 ഇങ്ങോട്ടും ആക്കി. ഇപ്പം ഈ ഒരു ലൂപ്പ് ഇത്രയും ചെയ്തപ്പം ഒരു നമ്പറിന്റെ സ്ഥാനം നമുക്കിവിടെ ഫിക്സ് ചെയ്ത് നമുക്ക് കിട്ടി. ഇനിയും ഈ നമ്പർ ഫിക്സ്ഡ് ആണ്. F9 എന്ന് പറഞ്ഞ ആ ഒരു നമ്പർ ഇനിയും അതിന്റെ സ്ഥാനം മാറത്തില്ല. ഇത് ഫിക്സ്ഡ് നമ്പറാണ്. ഇനിയും ബാക്കി നമ്പരും ഇതേപോലെ സോർട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ സോർട്ട് ചെയ്യാനായിട്ട് ഇത് ഇത്രയും ഫസ്റ്റ് ഹിറ്റിലാണ് സംഭവിച്ചത്. ഇനിയും അടുത്ത ഹിറ്റിൽ എന്ത് സംഭവിക്കും? F2ഉം 39 കൂടി കമ്പയർ ചെയ്യും. 39ഉം F2ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ചെറുത്? 39 ആണ് ചെറുത്. അപ്പൊ 39ഉം F2ഉം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി 3905 F9 എന്ന് കിട്ടി. ഇനിയും എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യും. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 3905 ആണ് ചെറുത്. അപ്പൊ 05 F2 F9 എന്ന് കിട്ടി. ഇനി നമുക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം F9 നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച ഒരു നമ്പറാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യും. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് പറ്റും? 05 ആണ് ചെറുത്, 05 39 F2 F9. അപ്പൊ നമുക്ക് ആ ഒരു അസെൻഡിങ് ഓർഡറിൽ നമുക്ക് നമ്മുടെ ഡേറ്റ കിട്ടിയിരിക്കുന്നത്. ഇത് ഇത്രയും സെക്കൻഡ് ഹിറ്റ് ആണ്, ഇത് തേർഡ് ഹിറ്റ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ബബിൾ സോർട്ട് എന്ന് പറഞ്ഞ ആൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഈ ആൽഗോരിതം മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതില്? ഇല്ല. അപ്പം ഈ ഒരു ആൽഗോരിതമാണ് നമ്മൾ
8086 കൊണ്ട് ചെയ്യിക്കേണ്ടത്. ഈ ഒരു ആൽഗോരിതത്തിലാണ് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പൊ ഞാൻ ഇവിടെ 0400 തൊട്ട് തുടങ്ങുക. അത് എവിടം തൊട്ട് വേണേലും തുടങ്ങാം, അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പം 500 എണ്ണം സ്റ്റോർ ചെയ്യുന്നത്, നമ്പർ ഓഫ് ഡിജിറ്റ്സ് അത് സ്റ്റോർ ചെയ്യുന്നത് 500 ആയതുകൊണ്ട് നമ്മൾ ആദ്യം സ്റ്റാക്ക് ഇൻഡെക്സിലേക്ക് എടുക്കുന്നു. ആ ഒരു വാല്യൂ 500 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റാക്ക് ഇൻഡെക്സിലേക്ക് എടുക്കുന്നു. ഇനി എന്ത് ചെയ്യണം? ഇത് എണ്ണം ആയതുകൊണ്ട് കൗണ്ട് രജിസ്റ്ററിൽ CLലേക്ക് നമ്മൾ ഈ ഒരു 500 ആ ഒരു എണ്ണം നമ്മൾ CLലേക്ക് മാറ്റുന്നു. അതാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പം 4 ഡിജിറ്റ് ആണ്, 4 നമ്പർ ആണ് ഉള്ളതെങ്കിൽ ഇവിടെ എത്ര ഹിറ്റേ ഉണ്ടായിരുന്നുള്ളൂ? 1 2 3 ഹിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 4 നമ്പർ ആണെങ്കിൽ നമുക്ക് 3 തവണ ലൂപ്പ് ചെയ്താൽ മതി. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഒരു CLനെ നമ്മൾ ഡിക്രിമെന്റ് ചെയ്യേണ്ട ആയിട്ടുണ്ട്. അപ്പൊ ഈ CL ഇപ്പൊ എന്താ വാല്യൂ? 4 ആയിരുന്നു, CL 4 ആയിരുന്നു, ഇപ്പൊ CL 3 ആയിട്ട് മാറി. അപ്പം അതിനാണ് ഡിക്രിമെന്റ് CL എന്ന് പറഞ്ഞ ആ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനിയും ഇവിടെ നമുക്ക് 2 ലൂപ്പാണ് റൺ ചെയ്യുന്നത്. ആദ്യം എന്ത് ലൂപ്പ്? അതെ, ഇത് ചെറിയ ചെറിയ ലൂപ്പുകളാണ് ഈ 3 എണ്ണം, എന്നിട്ട് ഇത് ഇത്രയും കൂടെ ചേർന്ന് ഒറ്റ ലൂപ്പാണ്. അപ്പം അതുകൊണ്ട് 2 ലൂപ്പ് ആഡ് ചെയ്യണം. 2 ലൂപ്പ് ഇവിടെ അങ്ങനല്ല, ഇത് ലൂപ്പുകൾ. പിന്നെ ഇതിനകത്തും ലൂപ്പുകൾ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട്. 1 2 3 4, ഇവിടെ 1 2 1, അങ്ങനെ ഇതിനകത്തും ലൂപ്പുകൾ ഉണ്ട്. 2 ലൂപ്പുകൾ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ഈ ഒരു വാല്യൂ, അതായത് ഈ എണ്ണത്തെ നമ്മൾ CHലേക്കും കൂടെ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അടുത്തതായിട്ട് മൂവ്, ഒന്നുകൂടെ നമ്മൾ ഉറപ്പ് വരുത്താനാണ് SIലേക്ക് വീണ്ടും 500 ഇടുന്നത്. എന്നിട്ട് മൂവ് CH SI. ഇപ്പൊ SIയിലുള്ള ആ എണ്ണം CH എന്ന് പറഞ്ഞ ആ ഒരു രജിസ്റ്ററിലേക്ക് കൂടെ നമ്മൾ മാറ്റും. അപ്പോഴും പറഞ്ഞ പോലെ നമുക്ക് 4 ലൂപ്പ് മതിയെങ്കിൽ അതിന് 4 എണ്ണം ആണെങ്കിൽ നമ്മൾ 3 തവണ ലൂപ്പ് ചെയ്താൽ മതി. അതിനാണ് നമ്മൾ വീണ്ടും CH ഡിക്രിമെന്റ് ചെയ്യുന്നത്. അപ്പൊ CL വെച്ചൊരു ലൂപ്പ് ഉണ്ട്, അതിനകത്ത് CH വെച്ച് വേറൊരു ലൂപ്പ് ഉണ്ട്. അപ്പൊ CL ലൂപ്പും ഉണ്ട്, CH ലൂപ്പും ഉണ്ട്. ഇത്രയും മനസ്സിലായോ എന്താന്ന്? ഇത്രയും ഓക്കെ ആണോ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞായിരുന്നു. അതായത് 500 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലാണ് നമ്മുടെ എണ്ണം സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മെമ്മറി ലൊക്കേഷന്റെ ആ വാല്യൂ നമ്മൾ SIയിലേക്ക് മാറ്റി. അതാണ് ആദ്യത്തെ ലൈനിൽ ചെയ്തത്. ഇനി ആ എണ്ണത്തെ നമ്മൾ ഇപ്പൊ ഇവിടെ 2 ലൂപ്പാണ് ഉള്ളത്. ഒരു ലൂപ്പ് എന്താണ്? ഇങ്ങനെ ഓരോ ഹിറ്റുകൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ഓരോ ലൂപ്പ് ഉണ്ട്. ഇത് ലൂപ്പ് നമ്പർ 1, ലൂപ്പ് നമ്പർ 2, നമ്പർ 3, നമ്പർ 4, അങ്ങനെ ഒരു ലൂപ്പാണിത്. ഇനി ഇത് മൊത്തം കൂടെ ചേർന്നത് ആദ്യത്തെ ലൂപ്പാണ്. അതിനുശേഷം എന്തുണ്ട്? രണ്ടാമത്തെ ലൂപ്പ് ഉണ്ട്, അതാണിത്. ഇത് രണ്ടാമത്തെ ലൂപ്പാണ്. ഇതാണ് ലൂപ്പ് നമ്പർ 2. അപ്പം ആ ലൂപ്പിൽ കണ്ടോ 1 2 3, അങ്ങനെ അതിനകത്ത് വേറെ ലൂപ്പുണ്ട്. അപ്പം ഇങ്ങനെ 2 ലൂപ്പാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമ്മൾ C++ലൊക്കെ നെസ്റ്റഡ് ലൂപ്പ് പഠിച്ച പോലെ 8086 നെസ്റ്റഡ് ലൂപ്പാണ് നമ്മളിപ്പം ചെയ്യുന്നത്. അപ്പം ഇതിലെ അകത്തെ ലൂപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ CL എന്ന് പറഞ്ഞ രജിസ്റ്റർ യൂസ് ചെയ്യും, CH എന്ന് പറഞ്ഞ രജിസ്റ്റർ യൂസ് ചെയ്യും. പുറത്തെ ലൂപ്പ് ചെയ്യാൻ വേണ്ടി CL എന്ന് പറഞ്ഞ കൗണ്ട് രജിസ്റ്റർ യൂസ് ചെയ്യും. അപ്പം CLഉം CHഉം 4 തവണ നമുക്ക് ലൂപ്പ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് നമ്മൾ CLലേക്ക് ആ 500 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലെ 4 എന്ന് പറഞ്ഞ ആ ഒരു ഡിജിറ്റിനെ നമ്മൾ CLലേക്ക് മാറ്റി. അതാണ് ആദ്യം ചെയ്യുന്നത്. 4 ഡിജിറ്റ് ഉണ്ടെങ്കിൽ 3 തവണ ലൂപ്പ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ 4നെ ഡിക്രിമെന്റ് ചെയ്ത് 3 ആക്കി മാറ്റുന്നത്. അതാണ് മൂന്നാമത്തെ കോഡ്.
ഇനി എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ഉറപ്പ് വരുത്താൻ SIയിൽ 500 തന്നെയാണെന്ന് ഉറപ്പ് വരുത്താനാണ് ഒന്നുകൂടെ നമ്മൾ മൂവ് SI 500 കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ആ 500-ലിരിക്കുന്ന ആ എണ്ണത്തെ നമ്മൾ CH എന്ന് പറഞ്ഞ ആ ഒരു രജിസ്റ്ററിനകത്തേക്ക് കൂടെ മാറ്റി. എന്നിട്ട് അതും എന്തായി? 4-ൽ നിന്ന് 3 ആക്കി മാറ്റി. അങ്ങനെ നമ്മൾ 2 ലൂപ്പുകൾ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യും. 2 ലൂപ്പുകളുടെ ഇനിഷ്യൽ കണ്ടീഷനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? SIയിൽ ഇപ്പൊ 500 കിടക്കുന്നത്. അപ്പൊ അത് മാറ്റി 501 ആക്കണം. അതിനാണ് നമ്മൾ ഇൻക്രിമെന്റ് SI. കാരണം 501-ലാണ് നമ്മുടെ ഡേറ്റ കിടക്കുന്നത്. അതുകൊണ്ട് ഇൻക്രിമെന്റ് SI വെച്ച് നമ്മൾ 501 ആക്കി മാറ്റി. ഇത് ഇത്രയും മനസ്സിലായോ? ഈ ഡിക്രിമെന്റ് CH വരെ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം. ആരും ഇല്ലല്ലോ. അപ്പം ഇനി ഇതിത്രയും നമ്മൾ ലൂപ്പ് ഇനിഷ്യലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത്രയും കൊണ്ട് ചെയ്തത്. ഞാനിവിടെ എഴുതാം. ഇനിഷ്യലൈസിങ് 2 ലൂപ്സ്. 2 ലൂപ്പുകൾ നമ്മളിവിടെ ഇനിഷ്യലൈസ് ചെയ്തു. ഇനി നമ്മൾ ഈ ലൂപ്പ് ചെയ്ത് നമ്മൾ ആ ഒരു എക്സിക്യൂഷൻ, നമ്മൾ ആ സോർട്ടിങ് നടത്തണം. അതിനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്തുവാ? ഇൻക്രിമെന്റ് SI. 500 മാറ്റി 501-ലേക്ക് ആക്കി. 500 എന്ന് പറഞ്ഞ വാല്യൂ ആയിരുന്നു നേരത്തെ. SI 501 ആക്കി അത് മാറ്റി. ഇപ്പൊ SIയിൽ എത്രയാ വാല്യൂ? SI ഈക്വൽ ടു 501 ആണ് ഇപ്പോഴത്തെ വാല്യൂ കിടക്കുന്നത്. ഇനിയും ഈ 501-ലാണ് നമ്മുടെ ആദ്യത്തെ നമ്പർ കിടക്കുന്നത്. അത് നമ്മൾ AL എന്ന് പറഞ്ഞ ആ രജിസ്റ്ററിലേക്ക് മാറ്റുന്നു. ALലേക്ക് മാറ്റി ആ SI 501-ലെ ആ ഒരു ഡേറ്റയെ ALനകത്തേക്ക് മാറ്റുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും ഇപ്പം എന്താ കിടക്കുന്നത്? ഇപ്പം ആദ്യത്തെ ഡേറ്റ എന്തായാലും നമ്മുടെ എക്സാമ്പിളിൽ F9. ഇപ്പൊ F9 ആണ് ALൽ കിടക്കുന്നത്. F9 ആണ് ഇപ്പം ALനകത്ത് കിടക്കുന്നത്. പിന്നെ എന്ത് ചെയ്യണം? അടുത്ത മെമ്മറി ലൊക്കേഷൻ എടുക്കണം. ഇത് കമ്പയർ ചെയ്യാനായിട്ട് INC SI, അതായത് 502-ലെ ഡേറ്റ എടുക്കണം. അതിനാണ് നമ്മൾ മൂവ് AL SI, സോറി, കമ്പയർ ചെയ്യുവാണ്. അപ്പം CMP AL SI. അതായത് ഇപ്പൊ 502-ൽ കിടക്കുന്ന ആ ഒരു ഡേറ്റയെ ALലെ ആ ഒരു ഡേറ്റയുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ കമ്പയർ ചെയ്തിട്ട് ഇപ്പൊ ALലെ ഡേറ്റ ഈ 502-ലെ ഡേറ്റയെക്കാട്ടിലും കുറവാണെങ്കിൽ ക്യാരി ഫ്ലാഗ് ഈക്വൽ ടു 1 എന്ന് സെറ്റ് ചെയ്യും. കൂടുതലാണെങ്കിൽ ALലെ ഡേറ്റ 502-ലെ ഡേറ്റയെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ക്യാരി ഫ്ലാഗ് ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്യും. ഇനിയും ALലെ ഡേറ്റയും ഇത് രണ്ടും 0 ആണെങ്കിൽ 0 ഫ്ലാഗ് ഈക്വൽ ടു 1 എന്ന് സെറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ക്യാരി ഫ്ലാഗ് 1 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു വാല്യൂസ് 502-ലെ വാല്യൂ ALലെ വാല്യൂവിനെക്കാട്ടിലും കുറവാണെങ്കിൽ, അതായത് CF ഈക്വൽ ടു കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. 502-ലെ വാല്യൂ ALലെ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഒന്നും ചെയ്യണ്ട. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം XCHG, ഇതിനിടയിൽ ഒരു ലൈനൂടെ വരും. അത് ഞാൻ ജസ്റ്റ് വിടുക. അപ്പൊ ആ ലൈൻ നമുക്ക് വഴിയെ ഫില്ല് ചെയ്യാം. അപ്പൊ കമ്പയർ ചെയ്യണം. ഇത് മനസ്സിലാവുന്നുണ്ടോ? അല്ല, കുറച്ച് വളഞ്ഞ വഴിയാ, അതാ ഞാൻ ചോദിച്ചിരുന്നു വീണ്ടും വീണ്ടും. ഇത് കുറച്ചൊന്നും ഇരുന്ന് ആലോചിച്ചാൽ ഇത് മനസ്സിലാവത്തുള്ളൂ. ഈ കോഡ് ഞാൻ ഇന്നലെ ഇന്നൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ട് എനിക്കിത് കത്തിയേ. നേരത്തെ കോഡുകളെ അപേക്ഷിച്ച് കുറച്ച് പാടാൻ തോന്നും. കുറച്ച് ഇത് മാറ്റാൻ പറ്റുമോ? ചോദിച്ചേ. മനസ്സിലായി കിട്ടിയാ കിട്ടി കേട്ടോ. കിട്ടിയാലത് കിട്ടിയത് തന്നെ. കിട്ടിയില്ലെങ്കിൽ പക്ഷെ പാടാണ്. വേണ്ടടാ, എല്ലാവർക്കും പാടായിരിക്കും. എങ്ങനെ? എനിക്കിത് അറിയില്ല. വെക്കാതിരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. നീ ഒന്ന് ചോദിച്ചോ നമുക്ക്.
ആ ചോദിച്ചു നോക്കാം. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആൽഗോരിതം ആണ്. മറ്റേ ലാർജസ്റ്റ് നമ്പർ നമുക്ക് ഒന്നാമത് സമയം ഇല്ലല്ലോ. മിസ്സിനോടൊന്ന് പറ. ലാർജസ്റ്റ് നമ്പരും ഏതാണ്ട് ഇതേപോലത്തെ ഒരു ആൽഗോരിതം ആണ്. ഈ ഒരു എണ്ണം വെച്ചുള്ള ഈ ആൽഗോരിതം ഒക്കെ ഏകദേശം ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡിൽ ഇനി ഫിബൊനാച്ചി സീരീസ് കൂടെ എഴുതിയിട്ട് അത് വെക്കണം. എന്ത് വേണം? ഇതുവരെ തീർന്നിട്ടില്ല അപ്പഴ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാം. ഫിബൊനാച്ചി ഇച്ചിരി ഉള്ളോ? ഫിബൊനാച്ചി അത്യാവശ്യം കുറച്ചുണ്ട്. ലോജിക് എളുപ്പമാണ്, പക്ഷെ ഫിബൊനാച്ചി സീക്വൻസ് അത്യാവശ്യം കുറച്ച് കാര്യമായിട്ട് തന്നെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്ത് വേണം? രണ്ടും വെക്കാതിരിക്കാൻ പറ്റും? അതെനിക്ക് അറിയത്തില്ല. അത് നമ്മളല്ലല്ലോ തീരുമാനിക്കുന്ന. മിസ്സിനോട് തന്നെ ചോദിക്കണ്ടേ? മിസ്സിനോട് ചോദിക്കാം. കാരണം റെക്കോർഡ് പോലും ആരും എഴുതി തീർത്തിട്ടില്ലെന്ന് പറയും. എങ്ങനെ പഠിക്കാം? എപ്പോ പഠിക്കാൻ ഇതൊക്കെ? അത് റെക്കോർഡ് ഞാനിപ്പോ തീരാറായി, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല. എത്ര തീരാത്തുണ്ട്. ഞാൻ ഒരെണ്ണം തീർന്നു, എന്നാലും ഇല്ലാത്തവരില്ലേടാ. പഠിക്കണ്ടേ? എല്ലാം നമ്മൾ നോക്കട്ടെ. അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഒന്നിച്ചാണോ ചോദിക്കുന്നത്? ഏതെങ്കിലും ഒന്നേ വരത്തുള്ളൂ. ഒന്നെങ്കിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ്. മറ്റേ ആസ്കി ടു ബിസിഡി അതോ? അത് ഏതെങ്കിലും ഒന്നേ ചോദിക്കത്തുള്ളൂ. അപ്പൊ മൂന്നെണ്ണം ആയി. ബിസിഡി ചോദിച്ചാൽ ബിസിഡി ടു ആസ്കി ചോദിക്കത്തില്ല. ബ്ലോക്ക് അഡീഷൻ പക്ഷെ ഒന്നുമില്ല മാറ്റി ചോദിക്കാൻ. എന്ത് ചെയ്യണം? രണ്ട് പ്രോഗ്രാം വെച്ചോണ്ട് 4 പേരെ ജയിക്കാൻ അല്ല, പറ്റില്ല. വേറൊരു പ്രശ്നമുണ്ട്. ഇതിലിപ്പോ ഏതെങ്കിലും മറ്റേ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? പോട്ടെ, ഇൻക്രീസിങ് അല്ല, ബ്ലോക്ക് അഡീഷൻ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു പ്രോഗ്രാം വെച്ച് 4 പേരെ ഓടിക്കുവോ അവര്? അതുകൊണ്ടാണ് നമ്മൾ 3 എണ്ണം ഒരു കരുതലെന്ന് പറഞ്ഞ് മൂന്നാമതൊരെണ്ണം വെക്കുന്നത്. അപ്പം ഈ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഓർഡർ വെച്ചാല് ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കാൻ ഇത്തിരി പാടാണ്. പക്ഷെ ഒരു പ്രോഗ്രാം കൂടെ കിട്ടും നമുക്ക്. ആ ഫിബൊനാച്ചി സീരീസ് നമുക്ക് വെച്ചാലും റെക്കോർഡിൽ എഴുതാതെ നമുക്കത് വെക്കാൻ പറ്റത്തില്ലല്ലോ. റെക്കോർഡിൽ ഇല്ലാതെ എങ്ങനെയാ വെക്കുന്നത്? കോഡന്റെ ഇരിപ്പുണ്ട്, ഞാൻ ചെയ്ത് നോക്കിയത്. കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, ചെയ്യാനോട് അറിയണ്ടേ? ചെയ്യാനുള്ള വീഡിയോ ഒക്കെ ഞാൻ അന്ന് ഇട്ടിട്ടുണ്ട്. അത് കിട്ടിയിട്ടുണ്ട്. കോഡുണ്ട്, കോഡ് അടിച്ചു കൊടുത്താൽ മതി. ചെയ്യാനിപ്പം വേറെ പഠിക്കാനൊന്നും ഇല്ല. എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സാധനമുണ്ട്, പക്ഷെ റെക്കോർഡിൽ എഴുതേണ്ടി വരും. റെക്കോർഡിൽ ഇതും കൂടെ എഴുതിയിട്ടേ നമുക്കത് പരീക്ഷയ്ക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. സിലബസിലുള്ളതാണോ ഈ ഫിബൊനാച്ചി സീരീസ്? പരീക്ഷയ്ക്ക് വരാറുണ്ടെന്ന് തോന്നുന്നല്ലേ? സിലബസിലുള്ളതാ ഈ പച്ച ഇട്ടിരിക്കുന്ന. അത് ചെയ്തിട്ട് കിട്ടിയതാണ്. പച്ച ഇട്ടിരിക്കുന്നതാണ്ട് ചെയ്ത് കിട്ടി ഉറപ്പുവരുത്തിയതാ. ഈ പച്ചയിൽ കൊടുത്തിരിക്കുന്നതൊക്കെ ചെയ്തിട്ട് കിട്ടിയ സാധനങ്ങൾ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, മിസ്സിനോട് ചോദിക്കാം 2 എണ്ണം പറ്റുമോ എന്ന് ചോദിക്കാം. പറ്റുകയില്ലെന്ന് പറഞ്ഞാല് നമുക്ക് ഫിബൊനാച്ചിയോ അല്ലെങ്കിൽ ഫിബൊനാച്ചി വെക്കുവാണെങ്കിൽ റെക്കോർഡിലും കൂടെ എഴുതണം. അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡർ കൂടെ വെക്കേണ്ടി വരും. അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ആണെങ്കിൽ അതിന്റെ ലോജിക്ക് പറഞ്ഞവരെ മനസ്സിലാക്കി എടുക്കണം. ഫിബൊനാച്ചി ആണെങ്കിൽ ലോജിക്ക് എളുപ്പമാ, പക്ഷെ റെക്കോർഡിൽ എഴുതേണ്ടി വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കാം. എനിക്കിപ്പോ എല്ലാം ഒരുപോലെ കേട്ടോ. അസെൻഡിങ് ഡിസെൻഡിങ് വെച്ചാലോ വെച്ചില്ലേലോ ഫിബൊനാച്ചി വെച്ചാലോ എഴുതണമെങ്കിലും ഒക്കെ എനിക്ക് ഒരുപോലെ ഉള്ളു. അതുകൊണ്ട് പാടുള്ളവര് പറയുന്നതാണ് നല്ലത്. ഞാൻ തന്നെ ഇപ്പൊ തീരുമാനം എടുക്കാൻ ശരിയല്ലല്ലോ. ടീച്ചറിനോട് ചോദിക്കാടാ എങ്ങനെയാണെന്നും. ടീച്ചർ എന്ത് പറയുന്നു നോക്കാം.
എന്നാ ലാർജസ്റ്റ് നമ്പർ വെക്കുന്നില്ല എന്ന് ഉറപ്പിച്ചോ അത്? ലാർജസ്റ്റ് നമ്പർ ഈ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിന്റെ ആൽഗോരിതം തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ മെമ്മറി ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആൽഗോരിതം ഒക്കെ ഒന്ന് തന്നെ. അതെന്താ ഇപ്പൊ ചെയ്യുന്നത്? ഈ പ്രോസസ്സ് അങ്ങോട്ട് ചെയ്യും. ഇതിലത് ഈ ആദ്യത്തെ ഹിറ്റ് ചെയ്യും. ഈ 4 ഹിറ്റിലെ ഈ ഒരു ആദ്യത്തെ ഹിറ്റ് ചെയ്യും. ആദ്യത്തെ ഹിറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്പർ ആണല്ലോ ഇത് ലാർജസ്റ്റ് നമ്പർ വരുന്നത്. ഇതൊരു മെമ്മറി ലൊക്കേഷനിലേക്ക് മാറ്റിയിട്ട് ഇതാണ് ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു. അത് വലിയ വ്യത്യാസമൊന്നും ഇല്ല, അറിയാൻ പറഞ്ഞു. ഈ ആൽഗോരിതം രണ്ടും ബബിൾ സോർട്ട് ആൽഗോരിതം ആണ്. മറ്റേ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ നമ്മൾ സോർട്ട് ചെയ്ത് മൊത്തം എടുക്കുന്നുണ്ട്. പക്ഷെ ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുന്നതാണെങ്കിൽ നമ്മൾ ഈ ഒരു തവണ സോർട്ട് ചെയ്തെടുക്കും, ലാർജസ്റ്റ് നമ്പർ കിട്ടി എന്നാൽ അത് ലാർജസ്റ്റ് നമ്പർ ആണ് സെറ്റ് ചെയ്യും. അത് പറഞ്ഞ പോലെ ലൂപ്പൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഒറ്റ ലൂപ്പേ ഉള്ളൂ. എന്തായാലും നമുക്ക് മിസ്സിനോട് ഞാൻ മെസ്സേജ് ഇട്ടേക്കാം, 2 വെച്ച് പറ്റുമോ എന്ന് ചോദിക്കാം. പറ്റുമെന്ന് മിസ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, അല്ലെങ്കിൽ ഒരു കോഡ് കൂടെ പഠിക്കേണ്ടി വരും. ഞാൻ എന്തായാലും ചോദിക്കാം. ഇന്നിപ്പം വൈകുന്നേരം മെസ്സേജ് ഇട്ടായിരുന്നു, പ്രോഗ്രാം എന്തായെന്ന് ചോദിച്ചു. അപ്പൊ ഇന്ന് തീരുമാനിക്കാന്നാ പറഞ്ഞിരുന്നേ. അപ്പം അത് ഞാൻ ഇന്നൊരു ഇത് പറയാം, നോക്കട്ടെ. ചോദിച്ചിട്ട് ഞാൻ രാത്രി തന്നെ മിസ് റിപ്ലൈ ചെയ്യുവാണെങ്കിൽ രാത്രി തന്നെ നമുക്ക് തീരുമാനിക്കാം. ഓക്കെ അല്ലേ? എടുത്ത അത്രയും വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ?